ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആണ് അഥവാ വൃത്തങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് പഠിച്ചതാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സർക്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് സർക്കിൾസ്? വാട്ട് യു മീൻ ബൈ സർക്കിൾസ്? നമുക്കറിയാം, ഏതൊരു ഷേപ്പിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് പോയിൻ്റാണ്, ബിന്ദുവാണ്. ഏതൊരു ഷേപ്പ് എടുത്ത്, ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ എടുത്തു, നമ്മൾ AB എന്നുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ എടുത്തു, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പോയിൻ്റാണ്, ബിന്ദുവാണ്. അതേപോലെ നമ്മൾ സർക്കിൾസിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ സർക്കിൾസിൻ്റെയും ബേസിക് ആയിട്ടുള്ളത് പോയിൻറ്റ്സ് ആണ്. സെറ്റ് ഓഫ് പോയിൻറ്റ്സ്, കുറേ കൂട്ടം പോയിൻറ്റുകളുടെ കൂട്ടമാണ് സർക്കിൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതിന് ഒരു ഫിക്സ്ഡ് പോയിൻ്റ് ഉണ്ടാവും. ഈ ഫിക്സ്ഡ് പോയിൻ്റിൽ ഫിക്സ്ഡ് ഡിസ്റ്റൻസിൻ്റെ അകലത്തിലുള്ള കുറേ പോയിന്റുകളുടെ കൂട്ടത്തിനെയാണ് എന്ത് പറയുക? സർക്കിൾസ് എന്ന് പറയുക. ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടാവും. ആ ഫിക്സ്ഡ് പോയിന്റ് എന്നൊരു ഫിക്സ്ഡ് ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുക? കൂട്ടത്തിനെയാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിക്സ്ഡ് പോയിന്റിനെ നമ്മൾ സെൻറ്റർ എന്ന് വിളിക്കും. ഈ ഫിക്സ്ഡ് പോയിന്റിനെ സെൻറ്റർ എന്ന് വിളിക്കും, അഥവാ കേന്ദ്രബിന്ദു. കേന്ദ്രബിന്ദു. ഓക്കെ. ഇനി ഈ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഈ ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് നമ്മളെ സർക്കിളിലേക്കുള്ള ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഡിയസ്. റേഡിയസ് അഥവാ ആരം. ഓക്കെ. ഇനി നമ്മൾ സർക്കിളിൻ്റെ റേഡിയസിനെ കുറിച്ച് പറഞ്ഞു. റേഡിയസിനെ ആരത്തെ നമ്മൾ R എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. റേഡിയസിനെ R എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഇനി ഈ റേഡിയസിനെ നമ്മൾ നീട്ടി ഇങ്ങോട്ടേക്ക് വരച്ചു. ഇതും എന്താണ്? R ആണ്. ഓക്കെ. അപ്പോൾ ഈ സെൻട്രലിലൂടെ പാസ് ചെയ്ത് വന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈന് കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയമീറ്റർ. എന്താ വിളിക്കുക? ഡയമീറ്റർ അഥവാ വ്യാസം. നിങ്ങൾ പഠിച്ച കാര്യം ഒന്നും കൂടി നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഡയമീറ്ററിനെ നമ്മൾ D എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. നോക്ക്, ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഒരു R പ്ലസ് വേറൊരു R അല്ലേ? ഒരു R പ്ലസ് വേറൊരു R. R പ്ലസ് R എന്താ? 2R. അപ്പോൾ നമുക്ക് ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ഒരു ബന്ധം കിട്ടിയില്ലേ? ഡയമീറ്റർ സമം 2R അല്ലേ? ഇനി നമുക്കറിയാം, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് റേഡിയസും ഡയമീറ്ററും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാവുമല്ലോ. നോക്ക്, 2R is equal to T ആണല്ലോ. അപ്പോൾ R is equal to എന്തായിരിക്കും മക്കളെ? D/2. R is equal to എന്തായിരിക്കും? T/2. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഡിയസ് പ്ലസ് വേറൊരു റേഡിയസ്. അപ്പോൾ D സമം R പ്ലസ് R എന്താ? 2R. D സമം 2R. ഇനി ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2R is equal to D അല്ലേ? അപ്പോൾ ഈ 2നെ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ /2 ആവും. അപ്പോൾ R is equal to D/2. നെക്സ്റ്റ് നമുക്കിനി റേഡിയസ് ഒരു 5 സെൻറ്റിമീറ്റർ തന്നു. തന്നു. ആരം നമുക്ക് 5 സെൻറ്റിമീറ്റർ തന്നു. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വ്യാസം കണ്ടുപിടിക്കണം. നമുക്കറിയാം, വ്യാസവും റേഡിയസും തമ്മിലുള്ള ബന്ധം D സമം 2R ആണ്. ഓക്കെ. ഇവിടെ R സമം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ D സമം 2 × 5 സെൻറ്റിമീറ്റർ. അപ്പോൾ D സമം എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ.
ഡി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 10 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നേരെ നമുക്ക് ഡയമീറ്റർ തന്നു. നമുക്ക് ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ തന്നു. എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ തന്നു, നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം റേഡിയസ് ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2 അല്ലേ? റേഡിയസ് ആരം സമം വ്യാസം ബൈ 2 അല്ലേ? അപ്പോൾ ഇവിടെ വ്യാസം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. വ്യാസം 12 സെൻറ്റിമീറ്റർ ആണ്. 12/2 എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ. 12/2 6 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടും മനസ്സിലായില്ലേ? നമുക്ക് ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃത്തത്തിൻ്റെ കോണുകളെ കുറിച്ചാണ്, വൃത്തത്തിൻ്റെ ആംഗിൾസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുകളുടെ ഉള്ളിലെ കോണുകളുടെ ആകെ തുക 360 ഡിഗ്രിയാണ്. ഉള്ളിലെ കോണുകളുടെ ആകെ തുക 360 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. ഈ ആംഗിൾ 140 ഡിഗ്രി, ഈ കോണ് 140 ഡിഗ്രി, ഈ കോണ് 120 ഡിഗ്രി, ഈ കോണ് എക്സ് ഡിഗ്രി. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണക്കാക്കണം, എക്സിൻ്റെ വില കണക്കാക്കണം. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ, ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള കോണുകളുടെ ആകെ തുക 360 ആണ്. ഓക്കെ, അപ്പോൾ 140ഉം 120ഉം എക്സും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 കിട്ടും. ഓക്കെ, 140 ഡിഗ്രിയും 120 ഡിഗ്രിയും എക്സും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി 140 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി എത്രയാണ്? 260 ഡിഗ്രിയാണ്. ഓക്കെ, ഈ 260 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഈ 260നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? -260 ആവും അല്ലേ? അപ്പോൾ എക്സ് സമം നമുക്ക് എന്ത് കിട്ടി? എക്സ് സമം 360 ഡിഗ്രി മൈനസ് 260 ഡിഗ്രി ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ആകെ കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 140 ഡിഗ്രിയും 120 ഡിഗ്രിയും എക്സും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. ഓക്കെ, 140 ഡിഗ്രിയും 120 ഡിഗ്രിയും ആഡ് ചെയ്താൽ 260 ഡിഗ്രി കിട്ടും. 260 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360, എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 260 ഡിഗ്രി. അപ്പോൾ സർക്കിളിൻ്റെ ആംഗിളുകളെ കുറിച്ചുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള കോണുകളുടെ ആകെ തുക, ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള കോണുകളുടെ ആകെ തുക 360 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ പെരിമീറ്ററിനെ കുറിച്ചാണ്. നമ്മൾ ബാക്കിയല്ല ട്രയാങ്കിളിൻ്റെ കേസിലാണെങ്കിലും റെക്റ്റാങ്കിളിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ നമ്മൾ പെരിമീറ്റർ എന്നാണ് ചുറ്റളവിനെ പറയുക, പെരിമീറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ബട്ട് നമ്മൾ സർക്കിളിൻ്റെ കേസിൽ വരുന്നതാണെങ്കിൽ പെരിമീറ്ററിനെ നമ്മളിവിടെ സർക്കുംഫറൻസ് എന്നാണ് വിളിക്കുക, സർക്കുംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൃത്തത്തിൻ്റെ സർക്കുംഫറൻസിനെ കുറിച്ചാണ്, ചുറ്റളവിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം വൃത്തത്തിൻ്റെ സർക്കുംഫറൻസ് കാണാനുള്ള ഇക്വേഷനെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സർക്കുംഫറൻസ് ചുറ്റളവ് സമം 2πr, ചുറ്റളവ് സമം 2πr. ആർ എന്താണ്? ആർ എന്ന് പറയുന്നത് ആരമാണ് അല്ലേ, റേഡിയസ്. സർക്കുംഫറൻസ് സി സമം അല്ലെ, ചുറ്റളവ് സി സമം 2πr, where r is the radius, where r is the radius. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ച് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം, ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. ഈ സർക്കിളുണ്ട്, നമ്മളെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൻ്റെ ആരം അല്ലെ റേഡിയസ് ഒരു 12 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് 12, ഒരു
50 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് 50 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് 50 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സർക്കുംഫറൻസ് കാണാം. നമുക്കിതിൻ്റെ സർക്കുംഫറൻസ് കാണാം. നിങ്ങൾക്ക് പൈൻ്റെ വാല്യൂ അറിയില്ലേ? പൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? പൈ സമം 3.14 ആണ്. പൈ സമം 3.14 ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം സി സമം 2πr അല്ലേ? ഇവിടെ റേഡിയസ് റേഡിയസ് ഈസ് ഈക്വൽ ടു റേഡിയസ് എത്രയാണ് വന്നത്? 50 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി സമം 2 ഇൻറ്റു പൈ ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു 50. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 50 എത്രയാണ്? 2ഉം 50 ഇൻറ്റു ഇത് എന്ത് കിട്ടും? 100 കിട്ടും അല്ലേ? 100 ഇൻറ്റു 3.14. 100 ഇൻറ്റു 3.14 എന്താ? 100 ഇൻറ്റു 3.14 നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചില്ലേ? 2 ഡെസിമൽ പ്ലേസ് കവർ ചെയ്യും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 314 സെൻറ്റിമീറ്റർ കിട്ടും. എത്ര കിട്ടും? 314 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഒരു വൃത്തത്തിൻ്റെ സർക്കുംഫറൻസ്, ഒരു സർക്കിളിൻ്റെ സർക്കുംഫറൻസ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ സി സമം 2πr ആണ്. ഒരു വൃത്തത്തിൻ്റെ റേഡിയസ് 50 സെൻറ്റിമീറ്റർ തന്നു. അപ്പോൾ നമുക്കറിയാം 2πr ആണ് വൃത്തത്തിൻ്റെ സർക്കുംഫറൻസ്. പൈ ഈസ് ഈക്വൽ ടു 3.14 ആണ്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസ് 50. ഇപ്പോൾ 2ഉം 50 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 100 ആണ്. 100 ഇൻറ്റു 3.14 എത്ര കിട്ടും? 314 സെൻറ്റിമീറ്റർ. 314 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് നമുക്ക് റേഡിയസിൻ്റെ കേസിൽ. ഇനി നമുക്ക് റേഡിയസ് അല്ല തന്നത്, ഡയമീറ്റർ ആണ് തന്നത്. ഡയമീറ്റർ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ തന്നു. സർക്കിളിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ തന്നു. നമുക്കെങ്ങനെ ഇതിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു, അതിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു 2πr ആണ്. ഓക്കെ, ഇവിടെ ഡയമീറ്റർ ആണ് തന്നത് അല്ലേ? ഡയമീറ്റർ ഈക്വൽ ടു എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം, റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ? ഡി സമം r/2 ആണ് അല്ലേ? ഡി സമം r/2 ആണ്. ഇവിടെ r എത്രയാണ്? 10 ആണ്. 10/2 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. 10/2 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ നമുക്ക് റേഡിയസ് കിട്ടി. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.14 ഇൻറ്റു 5. 2 ഇൻറ്റു 5 എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു 3.14. 10 ഇൻറ്റു 3.14 എന്താ? ഒരു ഡെസിമൽ പ്ലേസ് കവർ ചെയ്യും അല്ലേ? അപ്പോൾ 31.4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് നമുക്ക് എത്ര കിട്ടി? 31.4 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ ഓഫ് എ സർക്കിൾ, വൃത്തത്തിൻ്റെ പരപ്പളവ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് വൃത്തത്തിൻ്റെ പരപ്പളവിനെ കുറിച്ച്, ഏരിയയെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ എ ഈക്വൽ ടു, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എ സമം πr². വൃത്തത്തിൻ്റെ പരപ്പളവ് എ സമം πr². എന്താണ് r²? എന്താ r² സമം r ഇൻറ്റു r അല്ലേ? 2 ആറുകൾ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? r² കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഏരിയ സമം πr². അപ്പോൾ ഏരിയൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഏരിയൻ്റെ യൂണിറ്റ് എപ്പോഴും, ഏരിയൻ്റെ യൂണിറ്റ് ഓഫ് ഏരിയൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറോ ഓർ മീറ്റർ സ്ക്വയറോ ആയിരിക്കും. സെൻറ്റിമീറ്റർ സ്ക്വയറോ മീറ്റർ സ്ക്വയറോ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ റേഡിയസ് ഒരു 10 സെൻറ്റിമീറ്റർ. സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. പരപ്പളവ് അഥവാ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു πr² ആണ്. r ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? r ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. a ഈക്വൽ ടു 3.14 ഇൻറ്റു 10². 3.14 ഇൻറ്റു 10². അപ്പോൾ 3.14 ഇൻറ്റു എത്രയാ മക്കളെ? 10² എത്രയാ? 100 അല്ലേ? 3.14 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 314 സെൻറ്റിമീറ്റർ സ്ക്വയർ.
314 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ തന്ന റേഡിയസ് ആരം 10 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡയമീറ്റർ തന്നു. ഇതേ കേസിൽ നമുക്ക് ഡയമീറ്റർ തന്നു, റേഡിയസ് അല്ല നമുക്ക് തന്നത്, നമുക്ക് തന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആണ് തന്നത്. ഡയമീറ്റർ നമുക്ക് തന്നതൊരു 12 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ തന്നത്. 12 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഡയമീറ്റർ തന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. ഡയമീറ്ററും റേഡിയസും തമ്മിൽ ഉള്ള ബന്ധം നിങ്ങൾക്ക് അറിയില്ലേ? ഡി ഈസ് ഈക്വൽ ടു 2r ആണ്. ഡി ഈസ് ഈക്വൽ ടു 2r ആണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ആർ ഈസ് ഈക്വൽ ടു d/2 ആണ്. ആർ ഈസ് ഈക്വൽ ടു d/2 ആണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഇവിടെ ഡി എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 12/2 ആണ്. അപ്പോൾ റേഡിയസ് നമുക്ക് എത്ര കിട്ടി? 6 സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടെ റേഡിയസ് എത്ര കിട്ടി? 6 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഏരിയൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ 3.14 ഇൻറ്റു 6 സ്ക്വയർ. 3.14 ഇൻറ്റു 6 സ്ക്വയർ. 3.14 ഇൻറ്റു 6 സ്ക്വയർ എത്രയാണ്? 36 ആണ്. 3.14 ഇൻറ്റു 36 നമുക്കൊന്ന് ചെയ്തു നോക്കാം. 3.14 ഇൻറ്റു 36. 6 4s are 24. 2 balance. 6 into 1 6. 8. 6 into 3 18. 3 into 4 12. 1 balance. 3 into 1 3 plus 1 4. 3 into 3 9. 4 8 plus 2 10. 8 plus 4 12 13. 1 balance. 1 9 11. അപ്പോൾ നമുക്ക് 2 ഡെസിമൽ പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ 2 പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഡെസിമൽ ഇടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 113.04. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്റ് ഓഫ് ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ മീറ്റർ സ്ക്വയർ ആണ്. 113.04 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. നമ്മുടെ ലാസ്റ്റത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ സർക്കിളിൻ്റെ മുകളിൽ കുറേ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ ആ സർക്കിൾ കിട്ടുക നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സർക്കിളിൻ്റെ മുകളിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇതിനാണ് എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഇതിനെന്താണ് പറയുക? കോഡ് അഥവാ ചാപം. സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ എന്ത് പറയുക? കോഡ്. അപ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ അകത്ത് ഒരുപാട് കോഡുകൾ വരയ്ക്കാം അല്ലേ? നമുക്കൊരു സർക്കിളിൻ്റെ അകത്ത് ഒരുപാട് കോഡുകൾ വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കോഡുകൾ വരയ്ക്കാം. അപ്പോൾ ഒരു കോഡ് നമ്മൾ സെൻറ്ററിലൂട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ? ഒരു കോഡ് സെൻറ്ററിലൂട്ട് വരയ്ക്കാൻ പറ്റും. ഈ സെൻറ്ററിലൂട്ട് വരയ്ക്കാൻ പറ്റുന്ന ഈ കോഡായിരിക്കും ഈ സർക്കിളിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ചാപം, ഏറ്റവും വലിയ കോഡ്. ഈ കോഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോഡായിട്ട് വരുന്നത് സെൻട്രലൂട്ട് പാസ് ചെയ്ത് പോകുന്ന ഈ ലൈനാണ്, സ്ട്രൈറ്റ് ലൈനാണ്. ഇതിനാണ് എന്ത് പറയുന്നത്? ഡയമീറ്റർ. ഇതിനാണ് എന്ത് പറയുക? സെൻട്രലൂട്ട് പാസ് ചെയ്ത് പോകുന്ന കോഡിനാണ് എന്ത് പറയുക? ഡയമീറ്റർ. ആ ഡയമീറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡയമീറ്റർ ഈസ് ദി ലാർജസ്റ്റ് കോഡ്. വ്യാസമാണ് ഏറ്റവും വലിയ ചാപം. നമുക്കറിയാം ഒരു സർക്കിളിനകത്ത് ഒരുപാട് ചാപങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്ക് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഏത് 2 പോയിന്റ് ജോയിൻ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ചാപം കിട്ടും, കോഡ് കിട്ടും. അപ്പോൾ ഈ സർക്കിളിൻ്റെ അകത്തുള്ള ഈ വൃത്തത്തിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ചാപം എന്ന് പറയുന്നത് എന്താ? വ്യാസാണ്. ഏറ്റവും വലിയ കോഡ് ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.